ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പിസ്താഷ്യൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. സൺഫ്ലവറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിസ്താഷ്യൽസൊക്കെ നമുക്കൊന്ന് യെല്ലോ കളറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് യെല്ലോ അക്രിലിക് വെച്ചിട്ട് ഞാൻ പിസ്താഷ്യലിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൈറ്റ് കളർ യെല്ലോ വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്ത ശേഷം ഇച്ചിരി ഡാർക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡ് ഉണ്ടല്ലോ, നമ്മൾ പെറ്റൽസിൻ്റെ എൻഡിലൊക്കെ ഒന്ന് കുറച്ച് ഡാർക്കർ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പിസ്താഷ്യൽസും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഓവൽ ഷേപ്പിന് ചുറ്റും ഈ പിസ്താഷ്യൽസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റായി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഓവൽ രൂപത്തിൽ നമുക്ക് പിസ്താഷ്യൽ റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ 2 പാക്സ് ഉണ്ടാവും. ഈ 2 പാക്കിൽ നിന്നും നമ്മൾ ഈക്വൽ എമൗണ്ടിൽ വേണം ഇത് എടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേ കയ്യിലുണ്ടെങ്കിൽ ക്ലേ യൂസ് ചെയ്താലും മതി. ക്ലേയും ഇതൊക്കെ ഏകദേശം ഒരേ ഒരു യൂസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിന് വിള്ളലൊക്കെ വന്നിട്ട് നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനൊരു ഓവൽ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഞാനത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ആവുന്നതിന് മുന്നേ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ഞാൻ ബാക്കി വന്ന പിസ്താഷ്യൽസ് ഓരോന്നായിട്ട് ഈ ഒരു മോൾഡിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം വെച്ച പിസ്താഷ്യൽ ലെയറിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം ഇത് മുകളിൽ വെക്കുന്ന ഓരോ പിസ്താഷ്യൽസും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ടൂത്ത് പിക്കോ കോമ്പസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിന് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് നമ്മുടെ സൺഫ്ലവർ ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവറിന് ഒരു സ്റ്റെമ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാംബൂ സ്റ്റിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് അതിന് ഗ്രീൻ കളർ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലീവ്സ് വേണം. ലീവ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് പിസ്താഷ്യൽസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ പിസ്താഷ്യൽസൊക്കെ ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു ലീഫ് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 പിസ്താഷ്യൽ ഞാൻ ആദ്യം ഒന്ന് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോരോ പിസ്താഷ്യൽസ് അതിൻ്റെ താഴേക്കായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതേ രൂപത്തിൽ ഒരു 7 ലെയർ ചെയ്തെടുത്താൽ നമ്മുടെ ലീഫ് റെഡിയായി. എന്നിട്ട് അവസാനം അതിന് ചെറിയൊരു തണ്ട് രൂപത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബാംബൂ സ്റ്റിക്കും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പിലാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഇതിലാണ് നമ്മൾ സൺഫ്ലവർ സെറ്റാക്കാൻ പോകുന്നത്. ഇനി ആ ഒരു തെർമോക്കോളിന് ഞാനൊരു ബ്രൗൺ കളർ ടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടിനും കൂടെ നമ്മൾ ബ്രൗൺ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ തണ്ട് ഫിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ആ ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സൺഫ്ലവർ ഏത് രൂപത്തിൽ വെച്ചാലാണ് ഒന്നും കൂടെ ഭംഗിയാവാന്നൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ദാ ഈ ഒരു കപ്പിലേക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവറിൻ്റെ 2 സൈഡിലായിട്ട് അതിന് ലീവ്സും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ലീവ്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതും കൂടി സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെബിൾസോ അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റൽ പീസസോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സൺഫ്ലവറിനെ ഒന്നും കൂടി ഭംഗിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൺഫ്ലവറിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. എന്നും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.